നമസ്കാരം. നാടിന്റെ നാവറിയാൻ നേരറിയാൻ നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം നിങ്ങൾക്കറിയാം, അന്തർദേശീയ യോഗാ ദിനമാണ്. യോഗയെക്കുറിച്ച് തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. യോഗ വ്യായാമം അല്ല എന്നൊരു വിഭാഗം പറയുന്നുണ്ട്. യോഗ ആത്മീയതയാണ് എന്ന് പറഞ്ഞ് അതുകൊണ്ട് അതിൻ്റെ ഒരു വേറെ തരത്തിലുള്ള ഒരു ആത്മീയ കച്ചവടം നടക്കുന്നുണ്ട്. എന്നാലും യോഗ കൃത്യമായിട്ടും അതൊരു ശാരീരിക മാനസിക ഉല്ലാസം നൽകുന്ന, ആത്മവിശ്വാസം നൽകുന്ന, ശരീരത്തിനും മനസ്സിനും സുഖപ്രദമായ രീതികൾ നൽകുന്ന ഒരു വ്യായാമക്രമമാണ് പ്രാണായാമം. പ്രത്യേകിച്ച് നമ്മുടെ ശ്വാസകോശ രോഗങ്ങളെയൊക്കെ അകറ്റും. പല രോഗങ്ങൾക്കും യോഗ തെറാപ്പി ഗുണകരമാണ്. അതിൻ്റെ മുഴുവൻ വിവാദങ്ങൾ മാറ്റിവെച്ചാലും യോഗ നിത്യമായി പരിശീലിക്കുന്നത് കൃത്യമായിട്ടും സാധാരണക്കാർക്കല്ല ഉപകാരപ്രദമാണ്. ഇന്ന് യോഗാ ദിനമാണ്. യോഗ ദിന വാർത്തകളിലേക്ക് നമുക്ക് പോകാം. അമ്മേ, ഇതെങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. എന്റെ മരുമോൾക്ക് ഇത് നന്നായി ചേരും. ഇത് അമ്മയ്ക്കുള്ളതാ. അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ. ഇത് വേണം. അമ്മയ്ക്ക് എപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത്. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം. 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ഏതൊരമ്മയ്ക്കും അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട്. എന്റെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം. ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ. യോഗാ ദിനാചരണം ഏറ്റെടുത്ത നാൾ. കുണ്ടറ സ്കൂളുകളും വായനശാലകളും സാംസ്കാരിക സംഘടനകളും യോഗാ ദിനാഘോഷം നടത്തി. പെരിനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ യോഗാ ദിനാചരണം കുണ്ടറ MVG CVN കളരിയിലെ യോഗാധ്യാപകൻ R. തുളസി യോഗ പ്രദർശനം നടത്തി ഉദ്ഘാടനം ചെയ്തു. PTA അംഗം സാജൻ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്ട്രസ് BG ശ്രീലത, വേണുകുമാർ എന്നിവർ സംസാരിച്ചു. ചെറുമൂട് ഗ്രന്ഥകരളി ലൈബ്രറിയിൽ നടന്ന അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷം വാർഡംഗം P. ജഗന്നാഥൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് R. രാധാകൃഷ്ണപിള്ള അധ്യക്ഷത വഹിച്ചു. നേതൃസമിതി കൺവീനർ ശിവൻ വേളിക്കാട് മുഖ്യ പ്രഭാഷണം നടത്തി. സമ്പൂർണ്ണ യോഗാ സാക്ഷരതാ ഗ്രാമമായി പ്രസന്നപിള്ള പ്രഖ്യാപനം നടത്തി. ആധുനിക യുഗത്തിൽ യോഗയുടെ പ്രസക്തി എന്ന വിഷയത്തിൽ R. തുളസി പ്രഭാഷണം നടത്തി. അധ്യക്ഷത വഹിച്ചു. നേതൃസമിതി കൺവീനർ ശിവൻ വേളിക്കാട് മുഖ്യ പ്രഭാഷണം നടത്തി. സമ്പൂർണ്ണ യോഗാ സാക്ഷരതാ ഗ്രാമമായി പ്രസന്നപിള്ള പ്രഖ്യാപനം നടത്തി. ആധുനിക യുഗത്തിൽ യോഗയുടെ പ്രസക്തി എന്ന വിഷയത്തിൽ R. തുളസി പ്രഭാഷണം നടത്തി. B. ചന്ദ്രമോഹൻ പിള്ള, സുശീല മദനൻ, ഗിരിജ സുരേഷ്, B. രേണുക എന്നിവർ സംസാരിച്ചു. ഗ്രഹലക്ഷ്മി ബാലവേദിയുടെ യോഗ അഭ്യാസ പ്രകടനവും നടന്നു. കേരളപുരം ഗവൺമെന്റ് ഹൈസ്കൂളിൽ യോഗാ ദിനം PTA പ്രസിഡന്റ് ജെയ്സൺ തോമസ് ഉദ്ഘാടനം ചെയ്തു. R. തുളസി യോഗ ക്ലാസ് നടത്തി. ഹെഡ്മിസ്ട്രസ് S. മിനി, ലത്തീഷ ഫ്രാൻസിസ്, രമ്യ എന്നിവർ സംസാരിച്ചു. കാഞ്ഞിരക്കോട് സെന്റ് മാർഗ്രറ്റ് ഗേൾസ് ഹൈസ്കൂളിലെ അന്തർദേശീയ യോഗാ ദിനാചരണം കാഞ്ഞിരോട് ഇടവക വികാരി ഫാദർ റൊസാരിയോ ദീപശിഖ പ്രധാനാധ്യാപിക കൊളാസ്റ്റിക്കായ്ക്ക് കൈമാറി ഉദ്ഘാടനം ചെയ്തു. കുണ്ടറ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ബാബുലാൽ യോഗാ ദിന സന്ദേശം നൽകുകയും ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ യോഗ ക്ലാസ് നടത്തുകയും ചെയ്തു. ഫിസ്മാകെ സാംസ്കാരിക സംഘടനയുടെ സഹകരണത്തോടെ പ്രാക്കുളം ഗവൺമെന്റ് LP സ്കൂളിൽ 3 ദിവസമായി നടന്നു വരുന്ന യോഗ പരിചയപ്പെടുത്തലും പരിശീലനവും അന്താരാഷ്ട്ര യോഗാ ദിനത്തോടെ സമാപിച്ചു. ചന്ദ്രദത്തൻ മാഷിന്റെ നേതൃത്വത്തിൽ 3 ദിവസമായി കുട്ടികൾക്ക് വിവിധ യോഗാമുറകൾ പരിചയപ്പെട്ടു. NCRTC തയ്യാറാക്കിയ ഏകീകൃത യോഗ പഠന ക്രമമനുസരിച്ചായിരുന്നു പരിശീലനം. സമാപന യോഗം കൊല്ലം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ആന്റണി പീറ്റർ ഉദ്ഘാടനം ചെയ്തു. ഹെഡ്മാസ്റ്റർ കണ്ണൻ, ഫിസ്മകേം സംസ്ഥാന സെക്രട്ടറി ഷാജി, PTA പ്രസിഡന്റ് ജാൻ വാരിയോസ്, മിനി, ജിബി ടി ചാക്കോ എന്നിവർ സംസാരിച്ചു. കുണ്ടറ MGD ബോയ്സ് ഹൈസ്കൂളിൽ നടന്ന യോഗാ ദിനാചരണത്തിൽ പ്രിൻസിപ്പൽ സജി വർഗീസ് അധ്യക്ഷത വഹിച്ചു. യോഗാ അധ്യാപകൻ R. തുളസി ക്ലാസ് നയിച്ചു. ഹെഡ്മാസ്റ്റർ ജേക്കബ് ജോർജ്, PTA വൈസ് പ്രസിഡന്റ് ബിജോയ് P. തോമസ്, സിന്ധു മേരി ഫിലിപ്പ്, ഫിലിപ്പം ഏരിയാസ്, P. പ്രവാസ് എന്നിവർ സംസാരിച്ചു. കരിക്കോട് TKM ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പൽ അൻവർ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. MVG CVN കളരി യോഗാധ്യാപകൻ R. തുളസി യോഗ ക്ലാസ്, NCC അസോസിയേറ്റ് ഓഫീസർ GB മോൾ വർഗീസ്, ലഫ്റ്റനന്റ് വിനീത് എന്നിവർ സംസാരിച്ചു. ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ? ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ? ഫുൾ A+ നിങ്ങളുടെ സ്വപ്നമാണോ? ആദ്യമെത്താൻ അറിവിൽ തുടങ്ങണം, ആഴത്തിൽ തുടങ്ങണം. മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണൂസിലേക്ക് സ്വാഗതം. എല്ലാ ക്ലാസ്സുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു.
വേണൂസ് കോളേജ്, കുണ്ടറ, ഇളമ്പള്ളൂർ, കുഴുമതിക്കാട്, ചൊവ്വള്ളൂർ. ജന്തുരോഗ നിവാരണ പരിപാടി നടത്തി. കുണ്ടറ പഞ്ചായത്ത് മൃഗസംരക്ഷണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ ജന്തുരോഗ നിവാരണ പദ്ധതി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി തോമസ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സമിതി ചെയർമാൻ വി വിനോദ്, ഷാർലറ്റ് നിർമ്മൽ, സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ രമ എന്നിവർ പങ്കെടുത്തു. ലൈല ക്രിയേഷൻസിന്റെ 6ാമത്തെ സിനിമയാണ് സമയം. സമയം വളരെ സാമൂഹ്യ പ്രസക്തമായ ഒരു വിഷയത്തെ തന്നെയാണ് അഡ്രസ് ചെയ്തിട്ടുള്ളത്. LT ധർമ്മ തിരക്കഥയും സംവിധാനവും ഒക്കെ ചെയ്തിട്ടുള്ള ഈ സിനിമയും നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും നേരിട്ട് അനുഭവിച്ചിട്ടുള്ള പല സന്ദർഭങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതാണ്. വ്യക്തിപരമായി എനിക്ക് പോലും ചില ആളുകൾ നമ്മൾ കാണണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. നമ്മുടെ സമയത്തിരക്കെന്ന് നമ്മൾ പറയുന്നതാണ്. അങ്ങനത്തെ ഒരു തിരക്കൊന്നുമില്ല. യഥാർത്ഥത്തിൽ നമുക്ക് എല്ലാവർക്കും സമയം കണ്ടെത്താൻ കഴിയുന്നതാണ്. പക്ഷെ നമ്മൾ നമ്മുടേതായ പല രൂപത്തിലുള്ള കാരണങ്ങൾ കൊണ്ട്, നല്ലതും ചീത്തയുമായ കാരണങ്ങൾ കൊണ്ട് നമ്മളതൊക്കെ മാറ്റിവെക്കും. പിന്നീട് അവരെ നമുക്ക് ഒരിക്കൽ പോലും കാണാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും കുറ്റബോധം തോന്നിയിട്ടുണ്ട്. ഞാൻ ഈ സിനിമ കാണുമ്പോൾ അത്തരമുള്ള അനുഭവങ്ങളിൽ കൂടി എനിക്ക് കടന്നു പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും പുതിയ കാലം മനുഷ്യൻ്റെ വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങൾക്കെല്ലാം വലിയ തോതിൽ ആ ബന്ധങ്ങൾക്ക് അകൽച്ചയുണ്ടാകുന്ന സാമൂഹിക സാഹചര്യമാണ്. ഞാനിപ്പോൾ ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് അല്ല ഇതിനെക്കുറിച്ച് പറയാനിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ പറയാൻ എൻ്റെ മനസ്സിൽ വരാത്തൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് വന്നു. നിയമസഭയിൽ തന്നെ ഞാൻ പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ പത്രങ്ങൾ എടുത്താൽ ഡൊമസ്റ്റിക് വയലൻസ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ വരുന്ന വാർത്തയാണ്. കുടുംബത്തിലെ 3 ആളുകളെ ഗൃഹനാഥൻ കത്തിച്ച് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നു. അമ്മ മക്കളെ കൊല്ലുന്നു. മക്കൾ അച്ഛനെ അമ്മയും കൊല്ലുന്നു. നിങ്ങൾ എല്ലാ ദിവസത്തെ വർത്തമാന പത്രത്തിലും നമ്മൾ വെളിയിലുള്ള ക്രൈമിനെ കുറിച്ചിട്ടുള്ള ചർച്ചകളാണ് വരുന്നതെങ്കിൽ പോലും അതിനേക്കാൾ കൂടുതൽ വീട്ടിനകത്തുള്ള ഡൊമസ്റ്റിക് വയലൻസ് കൂടി വരികയാണ്. അപ്പോൾ സ്വാഭാവികമായി ഇതൊരു കേരളത്തിൻ്റെ സാമൂഹിക ആരോഗ്യത്തെക്കുറിച്ചുള്ള ഒരു വലിയ ചർച്ച രാഷ്ട്രീയ പാർട്ടികളോ പൊതുപ്രവർത്തകരോ മാധ്യമങ്ങളോ ഭരണകൂടമോ ഒക്കെ ഉയർത്തിക്കൊണ്ടുവരേണ്ട ഒരു സമയമാണിത്. അപ്പോൾ ആ സാമൂഹിക ആരോഗ്യത്തിൽ ഓരോ കുടുംബത്തിലെയും ഈ പറഞ്ഞ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ട് വരും. ഓരോ വ്യക്തിയിൽ നിന്നും തുടങ്ങേണ്ടി വരും. തീർച്ചയായും അങ്ങനെ വലുതായ ഒരു ചിന്തകളെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഒരു സിനിമയാണ്. ഈ സിനിമയുടെ പ്രത്യേകത ഇത്തവണ ശ്രീ തുളസി അദ്ദേഹം മാത്രമാണ് അഭിനയിച്ചിട്ടുള്ളത്. ഒരാൾ ഒരു സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴുണ്ടാകുന്ന വലിയ വെല്ലുവിളി വളരെ മനോഹരമായി സമർത്ഥമായി ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ലൈല ക്രിയേഷൻസിൽ നിന്നും ഇനിയും കൂടുതൽ മെച്ചപ്പെട്ട സിനിമകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. പെൻഷൻ പരിഷ്കരണ കമ്മീഷനെ നിയമിക്കണം. 12ാം പെൻഷൻ പരിഷ്കരണ നടപടികൾക്കായി കമ്മീഷനെ നിയമിക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കുണ്ടറ നിയോജക മണ്ഡലം കൗൺസിൽ ആവശ്യപ്പെട്ടു. നിയോജക മണ്ഡലം പ്രസിഡന്റ് TG വർഗീസ് അധ്യക്ഷത വഹിച്ചു. സംഘടനാ സെക്രട്ടറി KC വരദരാജൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് AA റഷീദ്, ജില്ലാ സെക്രട്ടറി വാര്യത്ത് മോഹൻകുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗം പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ള, സംസ്ഥാന കമ്മിറ്റി അംഗം പെരുമ്പുഴ ഗോപിനാഥൻ പിള്ള, ജില്ലാ വൈസ് പ്രസിഡന്റ് G അജിത് കുമാർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി G രാമചന്ദ്രൻ പിള്ള, TB മാമച്ചൻ, S സരളാകുമാരി അമ്മ, S മണിയമ്മ, PC യേശുദാസൻ, K ശശീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. നാട്ടുവട്ടം വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. ഞങ്ങളുടെ ലൈല ക്രിയേഷൻസിന്റെ 6 സിനിമകൾ ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ്. ലൈല അവർ ലവ് യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്കിത് മുഴുവൻ കിട്ടും. അല്ലെങ്കിൽ ഓരോ സിനിമയുടെ പേരുകൾ അടിച്ചു കൊടുത്താലും കിട്ടും. സിനിമകളെല്ലാം നിങ്ങളൊന്ന് കാണുകയും നിങ്ങളതിൻ്റെ അഭിപ്രായങ്ങൾ യൂട്യൂബിൽ തന്നെ ഷെയർ ചെയ്യുകയും വേണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ അടുത്ത സിനിമ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. വളരെ താമസിയാതെ അതിൻ്റെ വിശേഷങ്ങൾ ഞങ്ങൾ യൂട്യൂബിലേക്ക് ഷെയർ ചെയ്യും. കാത്തിരിക്കുക. ഞങ്ങളുടെ സിനിമകൾക്ക് നിങ്ങൾ അകമഴിഞ്ഞ സഹകരണം നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്
നാളെ വീണ്ടും നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുപട്ടം ടീമിന്റെ സ്നേഹം, ആദരം.